ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ പഴയ ഡ്രസ്സൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് പഴയ പില്ലോ കവർ വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പഴയ പില്ലോ കവറൊക്കെ ഒത്തിരി കാണും. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അത് നമുക്ക് അടുക്കളയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേ പില്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള പില്ലോ കവർ കോട്ടൺ അല്ല. കോട്ടൺ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. അത് തന്നെയാണ് ബെസ്റ്റ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവർ എടുക്കുന്ന ടൈമിൽ കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. ഇനി ഈ ഒരു പ്ലാസ്റ്റിക് കവറിനെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എന്താ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കവറിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു കവർ ഞാൻ നേരത്തെ പോലെ തന്നെ മടക്കി വെക്കുകയാണ്. ഈ നമ്മുടെ പില്ലോ കവർ എടുത്തതിന് ശേഷം ഈ ഒരു പില്ലോ കവറിന്റെ ഉള്ളിലോട്ട് ഈ ഒരു കവർ നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന പില്ലോ കവർ ചെറുതും കവർ വലിപ്പമുള്ളതാണെങ്കിൽ കവർ ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇത് കവർ ഇതിന്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ തയ്ച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ഇത് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ പിന്നൊന്ന് കുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 4 സൈഡും ഒന്ന് തയ്ച്ചെടുക്കാം. അങ്ങനെ ഇത് 4 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തയ്ച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ടൈമിൽ കുറച്ച് നീറ്റ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനി നമ്മൾ തയ്ച്ചെടുത്ത ഭാഗത്തിന് തൊട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതായത് എക്സ്ട്രാ വരുന്ന പീസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവർ ഇല്ലാത്ത ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഈ ഒരു പില്ലോ കവറിന്റെ 4 സൈഡും ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതായത് പില്ലോ കേസിന്റെ തന്നെ ബോർഡർ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അതൊക്കെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഭാഗം കാണാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു നൂലൊക്കെ വെളിയിൽ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ബോർഡർ പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിനെ 4 സൈഡിലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല പെട്ടെന്നൊന്നും കേടാവുകയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത് വേഗം തയ്ച്ചുകൊണ്ട് വരാം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എന്തിനാ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ കുറെ നാൾ ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ ഈ ഒരു സെന്റർ ഭാഗത്തുള്ള പ്ലാസ്റ്റിക് കവർ പൊങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ അത് തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കോണോട് കോണ് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ വിലങ്ങിനോ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഡ്രൈ മാറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ പാത്രങ്ങളെല്ലാം അതായത് നനഞ്ഞ പാത്രങ്ങളൊക്കെ ഉണക്കി വെക്കാനുള്ള നല്ലൊരു ഡ്രൈ മാറ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് വിരിച്ചതിന് ശേഷം ഇതുപോലെ കഴുകിയ പാത്രങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് നമ്മൾ സാധാരണ കഴിക്കിയതിന് ശേഷം പാത്രങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിന് മുകളിലാണ് ഉണക്കാനായിട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളമൊക്കെ കൗണ്ടർ ടോപ്പിന് മുകളിലാവുകയും ചെയ്യും. പിന്നെ നമുക്ക് തുടക്കാനായിട്ട് അത് ഇരട്ടി പണിയാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് തയ്ച്ചത്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും വെള്ളം നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ആവുകയില്ല കേട്ടോ. അപ്പൊ പഴയ പില്ലോ കവറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഈ ഒരു ഷീറ്റ് തന്നെ നമുക്ക് വേറൊരു രീതിയിലും യൂസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ കോർണർ സൈഡ് ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ഒരു 2 കോർണർ സൈഡ് ഞാൻ സെന്ററിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പം ഈ ഒരു കോർണർ സൈഡ് പിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിന്റെ ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോർണർ സൈഡ് പിടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡും പിന്ന് വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പിന്ന് വെച്ച് കുത്തി കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് സൂചി നൂല് വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കാം. പിന്നെ തയ്ച്ചെടുക്കുന്ന ടൈമിൽ ഈ ഒരു ഉൾഭാഗത്തെ തുണിയും ചേർത്ത് നമ്മൾ തയ്ച്ചെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒരു ബോക്സിന്റെ ഷേപ്പിൽ തന്നെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ലൊരു ഓർഗനൈസ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ തുണികളൊക്കെ അടുക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് തുണികളൊക്കെ അടുക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് തുണികൾ അടുക്കി വെക്കാൻ മാത്രമല്ല നമ്മുടെ ഫ്രിഡ്ജിന് പുറമെ വെക്കുന്ന സവാള, വെളുത്തുള്ളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ള നല്ലൊരു ബാസ്ക്കറ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ പഴയ പില്ലോ കവറൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയാതെ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്റെ കയ്യിലൊരു പഴയ നൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒത്തിരി പഴയ നൈറ്റി നമ്മുടെ കയ്യിൽ കാണാം അല്ലേ. മിക്ക വീട്ടമ്മമാരും ചെയ്യുന്നതായിരിക്കും അടുക്കളയിലും വർക്ക് ഏരിയയിലൊക്കെ പഴയ നൈറ്റിയൊക്കെ നമ്മൾ കാലൊക്കെ തുടക്കാനായിട്ട് വെക്കുന്നത്. അതായത് ഒരു മാറ്റൊക്കെ യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്നാൽ ഈ ഒരു നൈറ്റി അതേപടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിലോട്ട് പാമ്പൊക്കെ കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇത് ചുരുങ്ങിയിരിക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു നൈറ്റി തന്നെ നമുക്ക് മടക്കിയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള മാറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിലൊന്ന് മടക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്താ നൈറ്റി ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു കഴുത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ പകുതി വരെ മാത്രം മടക്കി കൊടുത്താൽ മതി. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ലെവല് കിട്ടണം കേട്ടോ. നമുക്കറിയാം നൈറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് വീതി കുറവായിരിക്കും. പിന്നെ ഇടുപ്പിന്റെ ആ ഒരു ഭാഗം തൊട്ടിട്ടായിരിക്കും നമുക്ക് വീതി കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. താഴ്ഭാഗം വരെ വീതി കറക്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടാ. ഇനി നമ്മൾ ഇപ്പം മടക്കിയതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, അതായത് താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഇതുപോലെ പകുതി വരെ മാത്രം ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഏതാ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ മടക്കി കൊടുക്കുന്ന ടൈമിൽ ഒട്ടും തന്നെ തുണികളൊന്നും എവിടെയും ചുരുങ്ങിപ്പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വേണം മടക്കിയെടുക്കാനായിട്ട്. പിന്നെ ഫുൾ സ്ലീവ് ഒക്കെയാണ് നൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു സ്ലീവിന്റെ ഭാഗം ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ എന്താ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ വെച്ച് തുന്നി കൊടുക്കാം. ഇതുപോലെ 4 സൈഡ് നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കൈത്തുന്നാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കൈത്തുന്നി ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം നല്ല കട്ടിയിൽ നൂലെടുക്കണം കേട്ടോ. പിന്നെ ഇതൊരു മാറ്റാണ്, നമ്മൾ റഫ് ആയിട്ടാണ് അലക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിയിൽ വേണം നൂലെടുക്കാനായിട്ട്. അങ്ങനെ എന്താ തുന്നിക്കൊടുക്കുകയാണ്. 4 സൈഡിൽ നമുക്ക് തുന്നിയെടുക്കണം. പിന്നെ ഇത് നമ്മൾ ഒരു സീരിയലോ അല്ലെങ്കിൽ സിനിമയൊക്കെ കാണുന്ന ടൈമിൽ തുന്നിയെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ എന്താ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉൾഭാഗത്തൂടി നമുക്കൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ ബലങ്ങിനെയോ ഒക്കെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഉറപ്പായിട്ടും ഈ ഒരു നടുഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാറ്റാണ് നമ്മൾ ചവിട്ടിയിരുന്ന ടൈമിലൊക്കെ ഈ ഒരു ഉൾഭാഗത്ത് നമ്മൾ മടക്കി വെച്ച തുണി ഉണ്ടല്ലോ, അതൊന്ന് ചുരുങ്ങിയിട്ട് സെൻറ്ററിലോട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. സാധാരണ നമ്മൾ മാറ്റ് യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഈസി ആയിട്ട് റഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇത് നമ്മൾ നേരത്തെ ഡ്രൈ മാറ്റിനൊക്കെ ഉൾഭാഗത്ത് തയ്ച്ചെടുത്തില്ലേ, അതേ രീതിയിൽ കോണോട് കോണ് വരുന്ന രീതിയിലാണ് തയ്ച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ഏതാ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കാം. പിന്നെ നിങ്ങൾ നൈറ്റി എടുക്കുന്ന ടൈമിൽ കോട്ടന്റെ നൈറ്റി എടുക്കാനായിട്ട് നോക്കണം കേട്ടോ. പോളിസ്റ്ററൊക്കെ നമ്മൾ നൈറ്റി ഉപയോഗിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അതിലോട്ട് വെള്ളം പിടിക്കുകയില്ല. അത് മാത്രമല്ല നമ്മൾ ഫ്ലോറിലോട്ട് ഇടുന്ന ടൈമിൽ തെന്നിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കോട്ടൺ നൈറ്റി ആകുമ്പം അത് അങ്ങനെ പെട്ടെന്നൊന്നും തെന്നിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും തയ്ച്ചു കൊടുക്കാം. അങ്ങനെ എന്താ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ നമുക്ക് നല്ലൊരു മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് എത്ര വേണമെങ്കിലും മാറ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ അടുക്കളയിലും വർക്ക് ഏരിയയിലും പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിലാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ റഫ് യൂസിനൊക്കെ ഇത് ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ മടക്കിയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ പഴയ നൈറ്റിയൊക്കെ, അതായത് കോട്ടൺ നൈറ്റിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറുതെ നമ്മൾ നൈറ്റിയൊക്കെ അടുക്കളയിൽ ചവിട്ടാനായിട്ട് ഇടാറുണ്ട്. അത് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യാതെ ഇതുപോലെ ഒന്ന് മടക്കി തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പഴയ പില്ലോ കവറും പിന്നെ അതുപോലെ തന്നെ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനെടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.